അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ രാത്രിയിൽ ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളും നമ്മിലേക്ക് കടന്നു വരാൻ കാരണമാകുന്ന കുറച്ച് ദിക്റുകളും നമുക്ക് ചൊല്ലാം. അതിൽ കുറച്ച് ഇസ്മുകൾ ഉണ്ടാകാം, കുറച്ച് ദിക്റുകൾ ഉണ്ടാകാം, സ്വലവാത്തുകൾ ഉണ്ടാകാം, ആയാത്തുകൾ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ നാം ചൊല്ലിയാലും ആ ചൊല്ലുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ ഖബറിലും നമ്മുടെ ആഖിറത്തിലും ഒക്കെ വന്നു ചേരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ ചൊല്ലാൻ പോകുന്ന ഇസ്മുകൾ എന്നറിയുമോ, ദിക്റുകൾ എന്നറിയുമോ? ആദ്യം തന്നെ നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാർ. വെള്ളിയാഴ്ച രാവാണെന്ന് നമുക്കറിയാം. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാർ നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഏറെ പുണ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യം നമുക്ക് 33 ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഒക്കെയും പാപങ്ങൾ പുറത്തു തരട്ടെ. ഇസ്തിഗ്ഫാർ സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവര്. ആ ദിക്റ് 33 പ്രാവശ്യം. ഏതാണ് ദിക്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന ഈ ദിക്റാണ്. 33 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, 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 لا إله إلا الله الملك الحق المبين، 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 لا إله إلا الله الملك الحق المبين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഒക്കെയും പാപങ്ങൾ പുറത്തു തരട്ടെ. ഇസ്തിഗ്ഫാർ സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവര്. ആ ദിക്റ് 33 പ്രാവശ്യം. ഏതാണ് ദിക്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന ഈ ദിക്റാണ്. 33 പ്രാവശ്യം. لا إله إلا الله الملك الحق المبين، لا إله إلا الله الملك الحق المبين، لا إله إلا الله الملك الحق المبين،
لا إله إلا الله الملك الحق المبين 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 അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഒക്കെയും പാപങ്ങൾ പുറത്തു തരട്ടെ, ഇസ്തിഗ്ഫാർ സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവര്. ആ ദിക്ർ 33 പ്രാവശ്യം. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന ഈ ദിക്റാണ് 33 പ്രാവശ്യം. لا إله إلا الله الملك الحق المبين 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 അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇത് കാരണമായിട്ട് നമ്മുടെ വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അള്ളാഹു പരിപൂർണമായും ഇല്ലായ്മ ചെയ്തു തന്ന് സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. അടുത്തത് പ്രിയപ്പെട്ടവരെ, ഒരു അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 7 പ്രാവശ്യം സൂറത്തുൽ ഇൻഷിറാഹ്, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ്. ഈ സൂറത്തുൽ ഇൻഷിറാഹ് 7 പ്രാവശ്യം നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെറിയ സൂറത്താണ്, അത് പെട്ടെന്ന് ഓതാമല്ലോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب
وإلى ربك فارغب بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب അള്ളാഹു ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഒക്കെയും വിഷമങ്ങളും വേദനകളും ഇല്ലായ്മ ചെയ്യട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ, സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പടച്ചതമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാനും കാരണമാകുന്ന അത്ഭുതകരമായ ദിക്റാണ് നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ദിക്ർ നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രിയപ്പെട്ടവരെ. ഏതാണ്? പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ നമ്മളൊക്കെയും നാവിൻ തുമ്പിലൂടെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്ർ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു 33 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് അതിനുശേഷം ഓരോ ദിക്റുകൾ നമ്മൾ ചൊല്ലിയിട്ട് ഇന്നത്തെ രാത്രി കുറച്ച് സമയം നമ്മൾ ഹയാത്താക്കാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു നമ്മയൊക്കെ ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار.
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചൊല്ലിയ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിക്റ് ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നു, ഷഹാദത്ത് കലിമകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തെ ചോദിക്കൽ അടങ്ങിയിട്ടുണ്ട്, നരകത്തെ കാവൽ ചോദിക്കൽ അടങ്ങി 4 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലാനുള്ള അടുത്ത ഒരു ദിക്ർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട കാരുണ്യത്തിന്റെ രാവാണല്ലോ ഇത്. ഈ കാരുണ്യത്തിന്റെ രാവിലെ അധികമായിട്ട് നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. ഒറ്റയ്ക്ക് ചൊല്ലുന്നവർക്ക് അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ എന്ന് ഓതാം. അപ്പൊ നമ്മൾ കൂട്ടമായിട്ട് ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ ഒരു 33 പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ പോവാണ്. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ اللهم ارحمنا يا أرحم الراحمين 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 اللهم ارحمنا يا أرحم الراحمين
اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ പരിപൂർണമായ മഹനീയമായ കരുണാ കടാക്ഷം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സാമ്പത്തികമായ നേട്ടങ്ങൾ, അതുപോലെ തന്നെ കടങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, വേദനകളൊക്കെയും മാറിക്കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും വിജയത്തിലായി മാറാൻ, എല്ലാം ഖൈറിലും ബറക്കത്തിലുമായി മാറാൻ, പരിപൂർണ വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് പോകും. 33 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലുന്നുള്ളൂ. ഓരോന്നും 33 വെച്ചാകുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹു താല അധിക പ്രതിഫലം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ ഇസ്മ? പല വീഡിയോകളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ് ഇസ്മ? യാ ഫത്താഹു യാ അല്ലാഹ് 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 യാ ഫത്താഹു യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്ർ നമുക്ക് ആരോഗ്യം ലഭിക്കാൻ, നമുക്ക് എല്ലാവിധ വിഷമങ്ങളും, നമുക്ക് ഏത് ജോലി ചെയ്യണമെങ്കിലും, എത്ര വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും, ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, കുടുംബത്തിൽ നിന്ന് അണച്ചു പിടിക്കണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് വേണ്ടത് ഒരു ആവശ്യമാവുന്ന ഒരു കാര്യമാണ്, ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയും. ഈ ആരോഗ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കാൻ, നമ്മൾ മരിക്കുന്ന കാലം വരെ ആരോഗ്യം വേണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മാണ് യാ സലാമു യാ അല്ലാഹ്. ഇതൊരു 33 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്
യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്. അള്ളാഹു ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആരോഗ്യം എന്നും നിലനിൽക്കുന്ന ആരോഗ്യമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും അള്ളാഹു നൽകി നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലിയിലൊക്കെയും ബറക്കത്ത് ഉണ്ടാകാൻ, നമ്മുടെ ആരോഗ്യം എന്നും നിലനിൽക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ നമ്മുടെ ടെൻഷൻ മാറാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മുടെ ടെൻഷൻ, മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം എല്ലാത്തിനും ഒരു റിലീഫ് കിട്ടാൻ മാജിക് ആയിട്ടുള്ള ഒരു ദിക്കറുണ്ട് പ്രിയപ്പെട്ടവർ. അതാണ് ഹൗഖല ദിക്കർ. നമ്മൾ പല വീഡിയോകളിലും പഠിച്ചിട്ടുള്ളതാണ്. ആ ഹൗഖല ദിക്കർ ഒരു 33 പ്രാവശ്യം ലാ ഹൗല ദിക്കർ നമുക്ക് ചൊല്ലാം. لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم. അള്ളാഹു ലാ ഹൗല ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ടെൻഷനും ഇല്ലാത്തൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഈ ലാ ഹൗല ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എടുത്തു മാറ്റി തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. ലാ ഹൗല ദിക്ർ എന്ന് പറയുന്നത് വലിയൊരു മാജിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിക്കാൻ കാരണമാകുന്ന ഒരു മാജിക്കാണ് ലാ ഹൗല. അതിനെ ജീവിതത്തിൽ എന്നും മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്കൊരു 11 സ്വലാത്തുൽ ഫാത്തിഹ കൂടെ ചൊല്ലി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ, ഇന്നത്തെ ദിവസത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു നമ്മൾ ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ രാവിലെ ചൊല്ലിയ പരിപൂർണമായ ദിക്റുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ പടച്ചവനെ, കാരുണ്യക്കടലായ തമ്പുരാനെ, അള്ളാഹുവേ, ഞങ്ങൾ ഇന്ന് ചൊല്ലിയ പരിശുദ്ധമാക്കപ്പെട്ട അദ്കാറുകൾ, പരിശുദ്ധമാക്കപ്പെട്ട ആയാത്തുകൾ, പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അത് കാരണമായിട്ട് ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റിത്തരണേ അല്ലാ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെയൊക്കെയും ഖബറിടങ്ങളിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ മിഥല സവാബുകൾ എത്തിക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങളെല്ലാം ആ ഖബറിന്റെ അകത്തില്ലായ്മ ചെയ്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും എല്ലാം നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഞങ്ങളോട് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. പരിശുദ്ധ റമളാനിന്റെ പ്രതികൂല സാക്ഷിത്വത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈമാൻ സലാമത്തായി നല്ല ദിവസങ്ങളിൽ, നല്ല നിമിഷങ്ങളിൽ അല്ലാഹുവേ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. بحق النبي المصطفى محمد صلى الله عليه وسلم وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് നാളെയും ഇതുപോലെ 10 മണി ഏകദേശം ആ സമയത്ത് നമ്മുടെ ഈ അദ്കാറിന്റെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും എല്ലാ ദിവസത്തെ മജ്ലിസിലും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.